സെബിയുടെ നിർദ്ദേശപ്രകാരം ഒക്ടോബർ 1 തീയതി മുതൽ BSE, NSE തുടങ്ങിയ എക്സ്ചേഞ്ചുകൾ അവരുടെ ട്രാൻസാക്ഷൻ ചാർജസിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പുതിയ നിരക്ക് ഒക്ടോബർ 1 തീയതി മുതൽ പ്രാബല്യത്തിൽ വരും. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന അപ്ഡേറ്റ് പ്രകാരം ഇക്വിറ്റി ഡെറിവേറ്റീവ് സെഗ്മെന്റിലെ സെൻസെക്സ് ബാങ്കെക്സ് ഓപ്ഷൻ കോൺട്രാക്റ്റുകളിൽ 1 കോടി രൂപയുടെ പ്രീമിയം ടേൺ ഓവറിന് 3250 രൂപ ചാർജ് ഏർപ്പെടുത്താനാണ് BSE തീരുമാനിച്ചിരിക്കുന്നത്. മറ്റുള്ള സെഗ്മെന്റുകളിൽ, അതായത് ഇക്വിറ്റി ഡെറിവേറ്റീവ് സെഗ്മെന്റുകളിലെ മറ്റുള്ള കോൺട്രാക്റ്റുകളിലൊന്നും നിരക്കിൽ മാറ്റം വരുത്തിയിട്ടില്ല. നിലവിലെ നിരക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഓപ്ഷനിലും സെൻസെക്സ് 50 ഓപ്ഷനുകളിലും 1 കോടി രൂപയുടെ പ്രീമിയം ടേൺ ഓവറിന് 500 രൂപയുടെ ട്രാൻസാക്ഷൻ ചാർജാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ നിലനിൽക്കുന്നത്. ഇനി NSE പുതിയ ട്രാൻസാക്ഷൻ ചാർജസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്യാഷ് മാർക്കറ്റ് സെഗ്മെൻറ്റിൽ 1 ലക്ഷം രൂപയുടെ ട്രേഡഡ് വാല്യൂവിന് 2 രൂപ 97 പൈസ എന്ന നിരക്കിലും, ഇക്വിറ്റി ഫ്യൂച്ചറുകളിൽ അല്ലെങ്കിൽ ഇക്വിറ്റി ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളിൽ 1 ലക്ഷം രൂപയുടെ ട്രേഡഡ് വാല്യൂവിൽ 1 രൂപ 73 പൈസ എന്ന നിരക്കിലുമുള്ള ട്രാൻസാക്ഷൻ ചാർജാണ് NSE ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഓപ്ഷൻ സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇക്വിറ്റി ഓപ്ഷൻ സെഗ്മെൻറ്റിൽ 1 ലക്ഷം രൂപയുടെ പ്രീമിയം വാല്യൂവിന് 35 രൂപ 3 പൈസ എന്ന നിരക്കിലുള്ള ട്രാൻസാക്ഷൻ ചാർജാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഫ്യൂച്ചർ സെഗ്മെൻറ്റിൽ 1 ലക്ഷം രൂപയുടെ ട്രേഡഡ് വാല്യൂവിൽ 35 പൈസ എന്ന നിരക്കിലുള്ള ട്രാൻസാക്ഷൻ വാല്യൂവും, കറൻസി ഓപ്ഷനിൽ 1 ലക്ഷം രൂപയുടെ പ്രീമിയത്തിന് 31 രൂപ 10 പൈസ എന്ന നിരക്കിലുള്ള ട്രാൻസാക്ഷൻ വാല്യൂവും ഏർപ്പെടുത്തും. പുതുക്കിയ ട്രാൻസാക്ഷൻ വാല്യൂ ഒക്ടോബർ 1 തീയതി മുതലാണ് പ്രാബല്യത്തിൽ വരിക. ഒട്ടുമിക്ക എക്സ്ചേഞ്ചുകളും ട്രാൻസാക്ഷൻ വാല്യൂവിൽ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ചാർജസുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച MCXും അതിൻ്റെ ട്രാൻസാക്ഷൻ ചാർജ് ഉയർത്തിയിരുന്നു. 1 ലക്ഷം രൂപയുടെ ടേൺ ഓവർ വരുന്ന ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾക്ക് 2 രൂപ 10 പൈസ എന്ന നിരക്കിലും, 1 ലക്ഷം രൂപയുടെ ടേൺ ഓവർ വരുന്ന ഓപ്ഷൻ അല്ലെങ്കിൽ 1 ലക്ഷം രൂപയുടെ പ്രീമിയം വരുന്ന ഓപ്ഷൻ കോൺട്രാക്റ്റുകൾക്ക് 41 രൂപ 80 പൈസ എന്ന നിരക്കിലുമുള്ള ട്രാൻസാക്ഷൻ ചാർജാണ് MCX ഏർപ്പെടുത്തിയത്. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ BSE എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. 4200 എന്ന ലെവലിൽ നിന്നും BSE കറക്ഷൻ ഫേസിലാണ്. സ്റ്റോക്കിൽ ഷൂട്ടിംഗ് സ്റ്റാർ രീതിയിലുള്ളൊരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വന്നു കഴിഞ്ഞു. ലോവർ സൈഡിലേക്ക് സ്റ്റോക്ക് നീങ്ങുകയാണ്. 3700 പ്രധാനപ്പെട്ട സപ്പോർട്ടായിരുന്നു. 3700 എന്ന സപ്പോർട്ടിന് താഴെ 3645 അടുത്തായിട്ടാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് ക്ലോസിംഗ് നൽകിയത്. 3500 സപ്പോർട്ടായി പ്രവർത്തിക്കുമെങ്കിലും 3330 സ്ട്രോങ് സപ്പോർട്ടായി കാണുന്നത്. 3330 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ സ്റ്റോക്ക് ചിലപ്പോൾ 3250 വരെ ഇടിയാൻ സാധ്യതയുണ്ട്. അതേസമയം സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം അല്ലെങ്കിൽ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ 3750 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രം ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ പൊസിഷൻ എടുക്കുക. NSE, BSE, MCX പോലെ തന്നെ CDSLും അതിൻ്റെ താരിഫ് ചാർജസിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. CDSLിൻ്റെ താരിഫ് ചാർജസിൽ വന്നിരിക്കുന്ന മാറ്റം ട്രേഡേഴ്സിന് അനുകൂലമായിട്ടാണ്. മുമ്പ് 3 രൂപ 55 പൈസ മുതൽ 5 രൂപ 75 പൈസ വരെയുള്ള താരിഫ് ചാർജ് മാറ്റി ഇപ്പോൾ ഒരു യൂണിഫോം താരിഫ് സ്ട്രക്ചറാണ് CDSL അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് 3 രൂപ 50 പൈസ പെർ ഡെബിറ്റ് ട്രാൻസാക്ഷൻ എന്ന രീതിയിലുള്ള ഒരു റിവേഴ്സ്ഡ് താരിഫ് സ്ട്രക്ചർ. അതോടൊപ്പം തന്നെ CDSL എന്ന കമ്പനി ഫീമെയിൽ ഡിമാറ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സിനും മ്യൂച്വൽ ഫണ്ടുകൾക്ക് നൽകി വന്നിരുന്ന 25 പൈസ പെർ ഡെബിറ്റ് ട്രാൻസാക്ഷൻ ഡിസ്കൗണ്ട് തുടരാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇത് CDSL സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് തന്നെയാണ്. CDSL എന്ന സ്റ്റോക്കിൽ ഈ ന്യൂസ് വന്നതിന് ശേഷം ചെറിയ രീതിയിലുള്ളൊരു മൊമെൻറ്റം കാണാൻ സാധിക്കുകയും ചെയ്തു. 2024 CDSL 65% റിട്ടേണും 1 വർഷം കൊണ്ട് 125% റിട്ടേണും നൽകിയിരുന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1475 ഒരു പ്രധാന സപ്പോർട്ടായിരുന്നു. ആ സപ്പോർട്ട് സ്റ്റോക്ക് നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. ചിലപ്പോൾ സ്റ്റോക്ക് 1400 വരെ കറക്റ്റ് ആകാൻ സാധ്യതയുണ്ട്. 1375 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. സപ്പോർട്ട് പ്രൈസിൽ വാങ്ങാൻ താല്പര്യമുള്ളവർ 1400, 1375 തുടങ്ങിയ ലെവലുകളെ പരിഗണിക്കുക. അതല്ല ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ട്രേഡിംഗ് പോയിൻ്റ് ഓഫ് വ്യൂ, മൊമെൻറ്റം ട്രേഡിംഗ് പോയിൻ്റ് ഓഫ് വ്യൂ സ്റ്റോക്കിനെ പരിഗണിക്കുന്നവർ 1500 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രം പൊസിഷൻ എടുക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്